മാഡം, കഴിഞ്ഞ ദിവസം ദീപക് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. അതിലെ പ്രതിയായ യുവതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോഴത്തെ സൈബർ വിചാരണയെ പറ്റി മാഡത്തിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും സൈബർ ലോകം എന്ന് പറയുന്നത് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള പല കാര്യങ്ങൾക്കും പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ലോകമാണ് സൈബർ ലോകം എന്ന് പറയുന്നത്. പഴയ തലമുറയ്ക്കില്ലാത്ത ഒരു അനുഗ്രഹമാണ് പുതിയ തലമുറയ്ക്ക് സൈബർ ലോകം എന്ന് പറയുന്നത്. പക്ഷേ ഏത് സാഹചര്യങ്ങളും അല്ലെങ്കിൽ മറ്റേത് സംവിധാനവും പോലെ ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയുള്ള സൈബർ ബുള്ളിയിങ്ങിന് അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം തകർക്കുന്ന രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ റീച്ച് കൂട്ടുന്നതിനും മറ്റുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിൽ ഈ സൈബർ ഇടങ്ങളെ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല. അതിനോട് എതിർപ്പ് തന്നെയാണ്. കാരണം ഒരാളുടെ ജീവിതം വെച്ചാണ് നമ്മൾ കളിക്കുന്നത്. ഇപ്പോൾ ഈ ദീപക് എന്ന് പറയുന്ന ആളൊരു ഉദാഹരണമാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. തിരക്കുള്ള ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കൈയും കാലും കൈയെടുക്കുകയോ അല്ലെങ്കിൽ കാല് മാറ്റുകയോ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ തട്ടുന്നതും മുട്ടുന്നതും ഒക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. അതൊക്കെ ഇതുപോലെ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ ഇടുക എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടേണ്ടി വരും. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ രീതിയിലുള്ള സൈബർ ലോകത്തിന് ഇത്രയധികം പ്രാധാന്യം ലഭിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്ക് കൊണ്ട് കൊടുക്കേണ്ടി വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ പോലീസിന്റെ നിഷ്ക്രിയത്വം ഇതിൻ്റെ അകത്ത് വലിയൊരു കാര്യമാണ്. കാരണം ഈ സൈബർ ലോകത്ത് എന്തും പരാതികൾ പറയാം, അല്ലെങ്കിൽ സൈബർ ലോകത്ത് വലിയ ഒരു വിശാലമായ ലോകത്ത് കൊണ്ടുവന്ന് ഇതിനെ വിചാരണ ചെയ്യാം എന്നൊക്കെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്. നമ്മുടെ പോലീസ് സംവിധാനത്തിലും നമ്മുടെ ഈ നിയമ സംവിധാനത്തിലുമുള്ള ഒരു തകരാറാണത്, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു കോൺഫിഡൻസ് കുറവായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ ഓരോരുത്തർക്കും ഇപ്പോൾ ക്രിമിനൽ മെന്റാലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതൊന്നും ആർക്കും നിർവചിക്കാൻ കഴിയാത്ത കാര്യമാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അതിന് ഇങ്ങനെ ബസ്സിലോ മറ്റോ ഒക്കെ മോശമായിട്ട് പെരുമാറ്റം അനുഭവിക്കേണ്ടി വരുന്നവർക്ക് കൂടി ഇതൊരു വിപരീതമായിട്ടുള്ള ഫലം ഉണ്ടാക്കും. കാരണം ഇതെല്ലാം തന്നെ ഈ ഒരു രീതിയിൽ കോർണറൈസ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ മാർജിനൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ ബസ്സിൽ ഇങ്ങനെ സ്ത്രീകളെ ഉപദ്രവിക്കുക അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ശിക്ഷ കിട്ടുന്നതിന് ഒരു എന്താ പറയുക, ഒരു ഇളവ് ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് സൈബർ ലോകം എന്ന് പറയുന്നത്. അതിവിശാലമായ ലോകമാണ്, ലോകം മുഴുവൻ എത്തുന്ന കാര്യമാണ്. ഒരാളിനെ നമ്മളൊരു ചെറിയ വട്ടത്തിനുള്ളിൽ നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു അപമാനിക്കൽ പോലെ അല്ല ഇത്. വലിയ ലോകത്തിലേക്ക് കൊണ്ടുവന്നവർ അപമാനിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സൈബർ ബുള്ളിങ്ങിനെ ഞാൻ ശക്തമായിട്ട് എതിർക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പില് തീർച്ചയായിട്ടും കോൺഗ്രസിന് വനിതാ സ്ഥാനാർത്ഥികൾ കൂടുതൽ ഉണ്ടാകും. കാരണം ഇപ്പോൾ KPCC പുനഃസംഘടന നടത്തിയപ്പോൾ പോലും കൂടുതൽ വനിതകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് വന്നത്. അതുപോലെ തന്നെ വളരെയധികം മുൻകാലത്തേക്കാൾ അധികം വനിതകൾ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും തീർച്ചയായിട്ടും കോൺഗ്രസിന്. അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും പാർട്ടി പ്രവർത്തകരാണ്. ഞാനിപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച് ജയിച്ച് വന്ന് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. അപ്പോൾ എല്ലാവർക്കും അവസരങ്ങൾ കിട്ടട്ടെ. പിന്നെ എല്ലാത്തിൻ്റെയും അവസാന തീരുമാനം എന്ന് പറയുന്നത് പാർട്ടി തീരുമാനമാണ്. പാർട്ടി എന്ത് പറയുന്നു ഞങ്ങൾ അനുസരിക്കും. ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കാനും പാർട്ടി പറഞ്ഞിട്ട് മത്സരിച്ചതാണ്. അതുപോലെ ഓരോ കാര്യങ്ങളും പാർട്ടി തരുന്ന സ്ഥാനങ്ങൾ വഹിക്കുക, പാർട്ടി പറയുന്ന ഇടങ്ങളിൽ മത്സരിക്കുക, പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് തീരുമാനങ്ങളൊന്നുമില്ല. ഇവിടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പാർലമെന്ററി മോഹങ്ങൾക്കപ്പുറം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക, സാമൂഹ്യ സേവനം ചെയ്യുന്നതിനുള്ള ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് രാഷ്ട്രീയം എന്ന രീതിയിലാണ് ഞാൻ ഈ രാഷ്ട്രീയ രംഗത്തെ കാണുന്നത്.